കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു, കുത്തിക്കൊന്നിട്ട് സോറി പറഞ്ഞ് കാര്യമുണ്ടോ? ലക്ഷ്മിക്കെതിരെ കടുപ്പിച്ചു ഒനിൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒനീലിനെതിരെ മസ്താനി നടത്തിയ മോശം പരാമർശവും ഇതിന്റെ ചുവടുപിടിച്ച് ലക്ഷ്മി രംഗത്ത് എത്തിയതും വലിയ ചർച്ചയായി മാറിയിരുന്നു. മസ്താനിയോട് ഒനീൽ മോശമായി പെരുമാറി എന്നതായിരുന്നു വിഷം. ഇത് നേരിട്ട് കാണാതെ ഒനീലിനെതിരെയും വീട്ടുകാർക്കെതിരെയുമെല്ലാം ലക്ഷ്മി തിരിഞ്ഞു. ഒടുവിൽ വസ്തുത മനസ്സിലാക്കി ലക്ഷ്മി സോറി പറഞ്ഞുവെങ്കിലും അത് അംഗീകരിക്കാൻ ഒനീൽ തയ്യാറായില്ല. ഫാമിലി വീക്കിൽ ഒനീലിന്റെ അമ്മയും ഇക്കാര്യം പറഞ്ഞിരുന്നു. ലക്ഷ്മി സോറി പറയാൻ വന്നിട്ടും അവരത് അംഗീകരിക്കാത്തതും അൺകംഫർട്ടബിളാണെന്ന് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടി. ഏറെ നാളത്തെ ബിഗ് ബോസ് വാസത്തിനു ശേഷം ശനിയാഴ്ച നടന്ന എവിഷനിൽ ഒനീൽ പുറത്താകുകയും ചെയ്തു. ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്നിട്ടും ലക്ഷ്മിയോട് ക്ഷമിക്കാൻ ഒനീൽ തയ്യാറല്ലെന്നാണ് ഒരഭിമുഖത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ലക്ഷ്മിയെന്നും ആദില നൂറയോട് ലക്ഷ്മിയുടെ അമ്മ സിറ്റൌട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞത് ആക്ഷേപമല്ലേയെന്നും ഒനീൽ ചോദിക്കുന്നു. ഒരു ബോധവുമില്ലാതെ വർത്തമാനം പറയുന്ന ആളാണ് ലക്ഷ്മി. അവളൊരു പുരുഷ വിരോധിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പുരുഷവിരോധം ഫെമിനിസമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. ജിസേലിന്റെയും ആര്യന്റെയും പുതപ്പ് വിഷയത്തിൽ ഒന്നും മിണ്ടാതിരുന്നവളാണ്. അവളാണോ ഫെമിനിസ്റ്റ്? കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നുണ്ട്. അവളോട് എനിക്ക് യാതൊരുവിധ ബഹുമാനവുമില്ല. അവിടെ വഴിതെറ്റിവന്നത് ലക്ഷ്മിയാണ്. ഒരു മരകഷ്ണം. ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ആളാണ്. മാസും തകോന്നും അല്ലവൾ എന്ന് ഒനീൽ പറയുന്നു. ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞവളാണ്. ലാലേട്ടൻ വരെ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അമ്മ വന്നു പറഞ്ഞ് സിറ്റൌട്ടിൽ ഇരിക്കാമെന്ന്. ആക്ഷേപമല്ലേ അത്? അവള് ശരിക്കും ബിഗ് ബോസിലേക്ക് വഴിതെറ്റി വന്ന ആളാണ്. ലക്ഷ്മി ഒരു ഗെയിമർ പോലുമല്ല. എനിക്കെതിരെ ഒരു മോശം പരാമർശം വന്നപ്പോൾ ഞാൻ അവളുടെ സോറി അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാ? ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും ഒനീൽ ചോദിക്കുന്നു. ഫുൾ ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനലിനോട് ആയിരുന്നു ഒനീലിന്റെ പ്രതികരണം. അതുപോലെ തന്നെ ജിസയിലും ലക്മക്കെതിരെ രംഗത്ത് വന്നു. പുറത്തായതിനുശേഷം ജിസേൽ ഏഷ്യാനെറ്റിനു നൽകിയ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ഹൌസിനുള്ളിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ആര്യനോടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജിസേൽ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ 40 ദിവസം താൻ നന്നായി ഗെയിം കളിച്ചിരുന്നുവെന്നും പിന്നീട് എന്തൊക്കെയോ തന്നെ പിന്നോട്ടു വലിച്ചെന്നും ജിസേൽ പറഞ്ഞു. ആര്യനോട് ഉണ്ടായിരുന്നത് പൊസസീവ്നെസ് ആയിരുന്നില്ല എന്നും പ്രൊട്ടക്റ്റീവ് ആയിരിക്കുകയാണ് താൻ ചെയ്തതെന്നും ജിസേൽ പ്രതികരിച്ചു. ലക്ഷ്മിയോട് ആര്യൻ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം ലക്ഷ്മി ഇറിറ്റേറ്റിംഗ് ആയതിനാലാണെന്നു പറഞ്ഞ ജിസേൽ ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുകയില്ലായിരുന്നു എന്നും വ്യക്തമാക്കി. ലക്ഷ്മി ആര്യന്റെ മമ്മിയാകാൻ നോക്കി. ആര്യന്റെ കാര്യത്തിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണ് ലക്ഷ്മി ശ്രമിച്ചത്. ഇതേ കാര്യം മറ്റാരെങ്കിലുമാണ് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് ഒന്നും തോന്നുമായിരുന്നില്ല, ജിസേൽ അഭിമുഖത്തിൽ പറഞ്ഞു. താൻ ഷാനവാസിനോട് സംസാരിക്കുന്നത് ആര്യനും ഇഷ്ടമായിരുന്നില്ല എന്നും ജിസേൽ കൂട്ടിച്ചേർത്തു. പുതപ്പിനുള്ളിൽ വെച്ച് ആര്യനും താനും പ്രേതകഥകൾ പറയുകയായിരുന്നു എന്നും ജിസേൽ പറഞ്ഞു. ആര്യനുമായി ചേർത്ത് പുറത്തു പ്രചരിച്ച കാര്യങ്ങളിൽ അമ്മയ്ക്ക് വിഷമമായി എന്നു തോന്നിയതുകൊണ്ടാണ് അമ്മ വന്നതിനുശേഷം ബെഡ് മാറിയതെന്നും ജിസേൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മലയാളികളുടെ സ്വീകാര്യതയ്ക്കു വേണ്ടിയാണ് താൻ ബിഗ് ബോസിലേക്ക് വന്നതെന്നും അതിന് സാധിച്ചെന്നും ജിസേൽ വ്യക്തമാക്കി.